ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിം സ്റ്റാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. നല്ല കാര്യം. അപ്പൊ നല്ല കാറ്റാണ്, എല്ലായിടത്തും നല്ലൊരു അന്തരീക്ഷമായിരിക്കും അല്ലേ. ഇവിടെ നല്ല മഴയാണ്. മഴ ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ രാവിലെ പിടിച്ച മഴ. ഇപ്പൊ 3 ദിവസമായിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കറണ്ട് വരത്തുള്ളൂ. അതുവരെ നമ്മൾ ഫുൾ ഇരുട്ടത്താണ് ഗൈസ്. ഇൻവെർട്ടർ എന്തായാലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇൻവെർട്ടർ ഓഫ് ആവും. അപ്പം കറണ്ട് ഉണ്ടായിരിക്കും. അപ്പം എന്തേ നമ്മുടെ കാശിക്കുട്ടൻ ഉറങ്ങിയിട്ടില്ല. അല്ലുട്ടന്തേ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ വാശിൻ്റെ. ഇവിടെ ഇയാളത് ഈ ഒരു പരിപാടിയിലാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പറമ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ക്ലീനാക്കി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പിള്ളേർ വന്നിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ചില ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിയുടെ സൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും. മാച്ചൊക്കെയാണ് അവിടെ, വലിയ മാച്ചൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ പിള്ളേരുടെ ഒരു കുഞ്ഞു മാച്ച് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു നേരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഓടിക്കളി കേട്ടോ. നല്ല കാറ്റാണ്. കാറ്റും മഴയും വെയിലും മാറി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ പിന്നെ നല്ല കളിയാണ്. ഇതാണ് നമ്മുടെ വീട്. എന്ത് രസമാണല്ലേ നമ്മുടെ വീട് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഞങ്ങളുടെ വീട് കാണുമ്പോഴേ ഭയങ്കര ജീവനുള്ളൊരു വീട് പോലെ തോന്നും. ചില വീട് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ജീവനില്ലാത്ത വീടെന്നൊക്കെ പറയില്ലേ, അങ്ങനെ തോന്നും. പക്ഷെ ഞങ്ങളുടെ വീട് ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും, ഓ നല്ല ജീവനുള്ളൊരു വീടാണെന്ന് തോന്നും. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അമ്മയച്ചനും കൂടെ ഇവിടെ കണ്ട ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം മഴ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നശിച്ച് പോണ കുറേ ചെടികളുണ്ട് ഇവിടെ. അത് ഫുള്ള് നമ്മൾ ഇതിൻ്റെ അടിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ പോർച്ചിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഇവിടേക്ക് കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെയും കുറച്ച് ചെടികൾ ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പറമ്പിൽ നല്ല കളി നടക്കുന്നുണ്ട് കേട്ടോ. ഇതെവിടുന്ന് കിട്ടി? ഒരെണ്ണം കിട്ടിയുള്ളൂ. വലിയ തൊട്ടി വേണം. മരം കയറായിരുന്നില്ലേ? ഗൈസ്, ആരൊക്കെ ഇത് കണ്ടിട്ടുണ്ട്? ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? ഇതിനെ ഞങ്ങൾ നാട്ടിൽ പറയും എന്തിനാ പാറു? ഇതിനെ പറയാറിയോ? എന്തിനാ പറയാന്നറിയോ? നോ പാറു കഴിച്ചിട്ട് മുമ്പ് അയിനിച്ചക്ക. ചേട്ടന് വേണോ? ഗൈസ്, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കരുത്. ഇതിന്റെ കുരു എടുത്ത് ഉണക്കി വറക്കും. കപ്പലൻ്റെ ഒക്കെ വറക്കില്ലേ, അതുപോലെ വറക്കും. കുറേ വീടുകളിലൊക്കെ ഇതൊരു ശൈലിയാണ്. കാരണം നമ്മുടെ താഴത്ത് വീണ് കിടക്കണ വെച്ചിട്ട് കണ്ടാ, താഴെ ഒന്നും കാണിച്ചേട്ടാ പച്ച പഴിപ്പിച്ചൂടെ? വീട്ടിലേക്കാ അല്ലേ? അവിടെ കറക്കണ്ട. ഇത് ഞങ്ങൾ ഒരു ദിവസം പുറത്തു പോയപ്പോൾ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഞങ്ങളെ വീടിന്റെ, എൻ്റെ ആദ്യത്തെ വീടിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഉള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലേ. പണ്ടൊക്കെ മരം കയറി ഒരുപാട് പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അത്. ഇതിപ്പോൾ ഒരെണ്ണമാണ് ഈ ഒരു വർഷമൊക്കെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളിരസമുണ്ട്, കുറച്ച് മധുരമുണ്ട്. ചിലതാണെങ്കിൽ നല്ല കഴമ്പുള്ളത് കിട്ടും. ഇതിനാണെങ്കിൽ കുറേ ചുളയുണ്ട്, കഴമ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെന്താ, നല്ല ടേസ്റ്റിലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള
സംഭവമാണ്. നിങ്ങൾ ഇതിന് എന്താ പറയുക? ഞങ്ങളിവിടെ അയിനിച്ചക്കാന്നാ പറയാം. നിങ്ങൾ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ. സ്പെഷ്യൽ കട്ടൻ ചേട്ടൻ പാൽ ചായ. ഏത് പാലെടുത്തോ? ഈ എടുത്തിരിക്കുന്നതാ. രണ്ട് പൊടി Twin stars. Twin stars. Hi Bara. Hi Bara. Hello. Welcome back to Twin stars. Twin stars. PK couple. PK. Parada. PK. Chaya. PK. പറയ്. PK couples. പറഞ്ഞേ. ഹലോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇങ്ങനെ സംസാരിച്ച് നമുക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് തോന്നിയാൽ മാത്രമേ സംസാരിക്കുള്ളൂ. വേറൊരു മുതലേ കാണിച്ചു തരാം. പറ ക്യാമറ പറ. ഹലോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. നിങ്ങൾ ഇവിടെ നോക്ക്. നിങ്ങൾ വരുന്നുണ്ടോ? വെറുതെ ട്യൂണെങ്കിലും ഇട്ട് സഹായിച്ചു തരും ഗൈസ് അല്ലേ? ഹലോ. വെൽക്കം ബാക്ക് ടു Twin stars. PK couples. ചായ കുടിച്ചോ? മഴ ഉണ്ടോ? Be careful. പിണ്ടോ? Be careful. Twin stars പറയാ. Twin stars. ഞങ്ങളിപ്പോ നമ്മുടെ 3 പിള്ളേരും എന്താ പറയാ, അവർക്ക് ഭയങ്കര 3 ഒരേപോലെ ആയതുകൊണ്ട് ഒരാളെ കോപ്പി ചെയ്ത് സംസാരിക്കാൻ, അതായത് ആരും ബെറ്റർ ആയിട്ട് സംസാരിക്കില്ല. പക്ഷെ ഇങ്ങോരാണ് കുറച്ചും കൂടെ ട്രൈ. നമുക്ക് പറയാം, നമുക്ക് സംസാരിക്കട്ടെ. പറഞ്ഞേ അവൻ മിഠായി തന്നിട്ട് കേട്ടാ. പറഞ്ഞേ ചേട്ടാ പോടാ. അവന് മൂടില്ല കേസ്. അയിനു പറ. അയിനു ഇതാരത്? ടുറ്റു. ഇതാരയിനുന്റെ ആരത്? ടുറ്റു. ഇത് പറഞ്ഞ ഇത് എന്റെ ടുറ്റു. ടുട്ടുനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. അച്ഛൻ എന്റെ കുടിയിൽ കൊളിക്കാൻ വന്നാൽ എന്ത് ചെയ്യും പൈകിളിയേ? എന്താ ചെയ്യേണ്ടതെങ്കില് ചായ കുടിക്കും. ഞങ്ങൾ അകത്ത് തന്നെയായിരുന്നു കേട്ടോ. കറണ്ട് ഇങ്ങനെ പോക്കും വരവുമാണ്. ഞങ്ങൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സംസാരം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങളെന്തോ തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു കാര്യം പറഞ്ഞ് അകിടുകിടും തല്ലി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടോ, എൻ്റെ ഒരു മുഖഭാവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചേട്ടനോട് എന്തോ കലിപ്പാവണതാണെന്ന് കേട്ടോ തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ കറണ്ടിൻ്റെ ഒരു പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും കറണ്ട് പോയിട്ട് പിന്നെ പാതിരാത്രി കറണ്ട് വരും. കൊതുകാണ് സഹിക്കാൻ പറ്റാത്തത്. മഴ ആയതുകൊണ്ട് തണുപ്പ് കുഴപ്പമില്ല, പക്ഷേ കൊതുക്. പിന്നെ ഉണ്ണികൾക്ക് ഭയങ്കര പേടിയാവും. അല്ലൂസിനൊക്കെ പേടിയാണ് കറണ്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ കാശിക്കുട്ടനായാലും ഇപ്പോൾ ലൈറ്റ് ഓഫ് ആകുമ്പോൾ അവർക്ക് അപ്പം തന്നെ പേടിയാട്ടോ. അത് ആദ്യക്കൂട്ടം വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് അവർ കറണ്ട് പോയിട്ട് കാണില്ല. അപ്പോൾ നമ്മൾ രാത്രിക്ക് എടുക്കുമ്പോൾ ഇവർ ഉറക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഭയങ്കര ബഹളം ഉണ്ടാക്കും. അപ്പം നമ്മൾ അവർ പേടിക്കാണ്ടിരിക്കുക ലൈറ്റ് ഓൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിച്ചിട്ടാണ് അവർ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ പേടിക്കും. ഇൻവേർട്ടറിനും കുറച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളൂ ഇൻവേർട്ടർ.
അപ്പോൾ അതേ ആദിക്കുട്ടൻ അപ്പുറത്ത് നിന്ന് ഓരോന്നും പറഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ ചേട്ടനോട്. നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ആദിനെ ഭയങ്കര ഇഷ്ടമാണ്. ആദിച്ചേട്ടൻ, കൃഷ്ണൻ ചേട്ടൻ, കണ്ണൻ ചേട്ടൻ എല്ലാവരും ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കണ്ണൻ ചേട്ടൻ വന്നു കേട്ടോ. അച്ഛൻ വന്നപ്പം നമ്മളിവിടെ ഓൾറെഡി ബജ്ജിയും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛന് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്ക് വിശക്കണുണ്ട്, എനിക്ക് എന്തായാലും വിശക്കണുണ്ടായിരുന്നു, ഇത് കിട്ടിയത് നന്നായെന്ന് പറഞ്ഞു. അച്ഛൻ മധുരമുള്ള ചായ കുടിക്കില്ല, ഷുഗർ ഉണ്ട്. കാശിക്കുട്ടക്കാം ബാ ബാ വേണം വാ, അച്ഛൻ പോയിട്ട് പിന്നെ വരും. നെക്സ്റ്റ് കാശിനെ കൊണ്ടുപോകും. കഴിഞ്ഞ കളിക്ക് കഴിഞ്ഞ എപ്പ പോയത്? എപ്പ പോയതാ? കേറിയിരിക്കുക. പാറുട്ടനപ്പം കളിക്കാൻ പോയിട്ട് വന്നിട്ടോ. ഞങ്ങൾ നെല്ലിപ്പുളി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഉപ്പിലിട്ടതെന്ന് പാറൂസിന് കഴിക്കാൻ വേണ്ടിയിട്ട് സഞ്ജു ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത്. പിന്നെ വിളക്ക് കാട്ടേണ്ട ഒരു പരിപാടിയൊക്കെ നമ്മുടെ പാറുക്കുട്ടൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ആളിങ്ങനെ ഫോൺ കണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവളോട് പറഞ്ഞാൽ അവൾ ചെയ്യില്ല. ഇനി അഥവാ ഫോണൊന്നും കാണാതെ നല്ല കുട്ടിയായിട്ട് കളിച്ചടക്കുകയാണെങ്കിൽ പറയുമ്പോഴത്തിന് ഓടിപ്പോയി വിളക്ക് കാട്ടും കേട്ടോ. ആദ്യം എനിക്ക് പേടിയായിരുന്നു വിളക്ക് കയ്യിൽ കൊടുക്കാൻ. കാരണം ബാലൻസ് ഉണ്ട്, കുഞ്ഞു വിളക്കല്ല, ഇത്തിരി അത്യാവശ്യം വലിപ്പമുള്ള വിളക്കാണ്, അവൾക്ക് ബാലൻസ് കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുഴപ്പമില്ല, ഒറ്റയ്ക്കാണെങ്കിലും കൊണ്ടുവച്ച് പഠിച്ചു തുടങ്ങി. ഞാൻ ഇന്നലെ ഇട്ട ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇപ്പം ഇങ്ങനെ വെച്ച് ഒറ്റയ്ക്ക് വെക്കുന്നുണ്ട്, ബാലൻസ് ചെയ്യാൻ പഠിച്ചു തുടങ്ങി. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒന്നാമത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നെ ഈ രാവിലെ 1-ാം തീയതി എനിക്ക് വെളുപ്പിന് വിളക്കെത്തിക്കുക, നാമം ചൊല്ലുക, അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം മോളിങ്ങനെ ചെയ്യുമ്പോഴായാലും നമ്മുടെ വീടിനൊരു ഐശ്വര്യമാണത്. പിന്നെ കറണ്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചി 2 ദിവസമായിട്ടില്ല. ചേച്ചിക്ക് എന്തൊരു അത്യാവശ്യമായിട്ട് പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് തുണി ഡെയിലി അങ്ങ് അലക്കിയിടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിയിട്ടാൽ ശരിയാവില്ല, ഉണക്കിയെടുക്കാൻ പറ്റണ്ടേ. അപ്പം കറണ്ട് വന്ന സമയത്ത് നമ്മൾ വേഗം തന്നെ ഡ്രയറിലിട്ടിട്ട് ഉണക്കുകയാണ്. എന്നിട്ട് നമ്മൾ മേലെ കൊണ്ടുപോയിട്ട് വിരിച്ചിടും കേട്ടോ. ഇഷ്ടം നമ്മളെ വീട്ടിൽ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 പേരുടെ ഡ്രസ്സും ഡെയിലി അലക്കാനുണ്ടാവും. അതിൽ നല്ല ഷർട്ടും നല്ല ഡ്രസ്സുകൾ ഉണ്ടാവും, വീട്ടിലിടുന്നുണ്ടാവും. പിള്ളേർ ഒരു 100 ട്രൗസർ മാറിയിട്ടുണ്ടാവും, പിള്ളേരുടെ ഒരു 500 ടോപ്പുകളുണ്ടാവും. അപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനുണ്ട്. അപ്പോൾ 2 കൊട്ടക്കെട്ടാണ് ഡ്രസ്സുകളുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ തല്ല് നടക്കുന്നുണ്ട്. പിന്നെ പാറുട്ടന് മാഗി വേണമെന്ന് പറഞ്ഞു, നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കീത്ത് നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറില്ല നൂഡിൽസ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അട പോലെയാവും, എന്തൊക്കെയോ മിസ്റ്റേക്ക് കൊണ്ട് അങ്ങനെയാവും. പിള്ളേരിത് കഴിക്കാറില്ല. അതായത് അല്ലൂസായും ഒക്കെ വെറുതെ ഇങ്ങനെ തോണ്ടി കുറിച്ച് കഴിക്കാറ്. പക്ഷേ ഇന്നെന്താ വിശക്കണുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പാത്രത്തേക്കും ഇത്തിരീശ് ആക്കിയിട്ടു. എന്നിട്ട് ബാക്കി ചട്ടിയിൽ കുറച്ച്, ആ പാത്രത്തിൽ കുറച്ചുണ്ടായിരുന്നത് ഞാൻ തുടച്ച് പിടിച്ച് കഴിച്ചു ഗൈസ്. ഒട്ടും നമുക്ക് ബാക്കി കഴിക്കാനില്ല എന്നുള്ള ദിവസങ്ങൾ നല്ല ടേസ്റ്റ് തോന്നും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് എനിക്കും കീത്തുനായാലും ശീലമായി. കാരണം നമ്മുടെയൊക്കെ എല്ലാം നമ്മൾ മക്കൾക്ക് കൊടുക്കുക. അതായത് ഇപ്പോൾ മീൻ വറുത്തതായിക്കോട്ടെ, ഭക്ഷണ കാര്യങ്ങൾ, എന്ത് കാര്യം അവർക്ക് ആദ്യം കൊടുത്തിട്ട് അവർക്ക് ബാക്കി ഉണ്ടെങ്കിൽ മതി. ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങളങ്ങനെ ആയി തുടങ്ങി. പ്രിഫറൻസ് 100% ഞങ്ങൾക്ക് മക്കൾ കഴിഞ്ഞിട്ടുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ അതേ തുണികൾ കൊട്ടയ്ക്കുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, എൻ്റെ പൊന്നെ നമ്മുടെ പാറൂസി ഇടയ്ക്ക് ചീച്ചി മുള്ളണോണ്ട് ബെഡ്ഷീറ്റ് ഇടയ്ക്ക് മാറ്റേണ്ടി വരും. അപ്പം അതും തൊന്തരവ്. ബെഡ്ഷീറ്റല്ല പുതപ്പില്ലാണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? അതും പറ്റില്ല. മേലേൽ ഫുള്ള് ഇട്ടിട്ട് സ്ഥലമില്ല, ഇനി ഇടാൻ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരറ്റത്ത് ഉണങ്ങിയ ഡ്രസ്സുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ കൈ എത്തിച്ചിടണം. അത് അവിടെ ഇടാൻ സമ്മതിക്കില്ല ഏട്ടൻ ഭയങ്കര പേടിയാണ് എത്തിച്ചിടുമ്പോൾ. എന്നെ എപ്പോഴും ചീത്ത പറയും. പക്ഷെ കാണാണ്ടൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ എത്തിച്ചിക്കണ്ട, ഇങ്ങനെ ചാടി പിടിച്ചൊക്കെ ഞാൻ കാണാണ്ടായിടാം. പിന്നെ കോണിമേൽ എല്ലാ വീട്ടിലത്തെ അവസ്ഥ ഇങ്ങനെ ഇരിക്കില്ലേ. കാരണം എന്താ പറയുക, ഉണക്കാനായിട്ട് തുണി ഇടാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല, ഉണങ്ങി കിട്ടണ്ടേ. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടേക്ക് ഇടണം. അപ്പോൾ അതിന് നൂഡിൽസ് ഒന്ന് ചൂടാറിയപ്പോഴത്തേനും പിള്ളേരിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ 4 പേരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക എന്ന് പറയണത്
വളരെ റയറായിട്ട് സംഭവിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കാരണം ഇവർ തല്ലുപിടിയാണ്, ഒക്കെ തല്ലുപിടിയാണ്. പക്ഷേ 4 പേർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ദേ ഇങ്ങനെ ഇരുന്ന് നല്ലോണം ഫുഡ് കഴിക്കുന്നത്. ഗൈസ്, അപ്പോഴത്തേ പുറത്ത് നല്ല മഴ പെയ്യാറ്, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല കാറ്റാണ്. പക്ഷെ ഇന്നലെയൊക്കെ വൈകുന്നേരം ഒരു സമയത്തൊക്കെ നല്ല രീതിയിൽ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെവിടെയും ഭയങ്കര മഴയൊക്കെയാണല്ലേ? ആർക്കൊക്കെ പ്രശ്നമുണ്ട്, എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ, സേഫായിട്ട് ഇരിക്കൂ. നമുക്കായാലും ഭയങ്കര കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര പേടി എനിക്കൊക്കെ. അപ്പം അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് പോയി, അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ CGMയും അങ്ങോട്ട് വരും. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല, കാരണം നല്ല മഴയായതുകൊണ്ട് ഇവർക്ക് 2 വീലറിന് വീട്ടിലേക്ക് എത്തണ്ടേ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് പോക്ക് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കാറ്റും നല്ല മഴയും. എനിക്ക് തോന്നുന്നു മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സാധാരണയൊക്കെ എല്ലാവർക്കും സ്കൂൾ തുറക്കണം എന്നൊക്കെ ആയിരിക്കും മഴ തുടങ്ങുന്നത്. ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തുടങ്ങി. മിക്കവാറും സ്കൂള് തുറക്കുന്നത് പോസ്റ്റ്പോണ്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മഴയാണെങ്കിൽ നീട്ടി വയ്ക്കാനായിരിക്കും മിക്കവാറും ചാൻസ് കാണുന്നത്. അപ്പോൾ ഇനിയും പിന്നെ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും നമ്മുടെ സീതമ്മനെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ അവിടെയാണ്, അമ്മാരുടെ അടുത്താണ്. 2 ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ മാത്രമേ ഉള്ളൂ. ചേട്ടൻ ജിമ്മിന് പോയിരിക്കുകയാണ്. നമ്മളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അച്ഛൻ പോയത്, നമ്മുടെ കുട്ടച്ഛനും പോയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കും കുട്ടച്ഛനും പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നു, ചോറ് കഴിക്കുന്നു, കിടക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവരും നൂഡിൽസ് കഴിച്ച് സുഖമായിട്ടിരിക്കുന്നുണ്ട്. ശാന്തമായിട്ട് ഞാൻ ബീമും വെച്ച് കൊടുത്തിരിക്കുക. എന്നിട്ടത് ഇത് നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ പപ്പക്കായ, പിന്നെ വല്ലോന്റെ വീട്ടിലുണ്ടായ പാലും കൂടി മിക്സ് ചെയ്ത പപ്പായ. ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നു, അനിയൻ എനിക്ക് ഷേക്ക് ഉണ്ടാക്കി തന്നു. വിശക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഞങ്ങളുടെ അടുത്തുനിന്ന് എന്താ പറയുക, അമ്മ കൊടുങ്ങല്ലൂർ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അച്ഛനും കുട്ടച്ഛനും നമ്മുടെ 2 അച്ഛന്മാരായിട്ട് വർത്താനം, എല്ലാവരുമായിട്ട് എന്തേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരുള്ളവരുടെ അവർക്ക് ഒട്ടും സമയം പോണത് അറിയില്ല. അപ്പോൾ അതേ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റാനുണ്ടായിരുന്നു, അതൊക്കെ വരും പോവും. നമ്മൾ മെഴുകുതിരി കത്തിച്ച് മണ്ടക്കല് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ചേരത്തെ കറണ്ട് പോയിട്ട് പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഫുഡ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇവർക്ക് കഴിക്കാനുള്ളത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനമ്മയും കീത്തും കുട്ടച്ഛനും എല്ലാവരും ഇരുന്നിട്ട് ഭയങ്കര വർത്താനത്തിലാണ്. അമ്മയൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ എന്നോടൊക്കെ കുറേ വർത്താനം പറയാൻ നിൽക്കുമായിരുന്നു. ഇപ്പോൾ പിള്ളേരുടെ പിന്നാലെ പിള്ളേരെ കളിപ്പിച്ച് ഇങ്ങനെ നടക്കും. നമ്മളോട് വർത്താനം പറയാനൊന്നും ആർക്കും ഒരു സമയമില്ല. എൻ്റെ അതേ പരാതി കീത്തൂരുണ്ട്. ഞങ്ങളുടെ 2 പേരുടെ അതേ പരാതി ഈ കാണുന്ന ഒരുപാട് മക്കൾക്ക് ഉണ്ടാവും, പെൺമക്കൾക്ക്, കുട്ടികളായ പെൺമക്കൾക്ക് ഉണ്ടാവും. അവർക്കറിയാം കേട്ടോ. അവർക്കിപ്പോൾ ഏറ്റവും പ്രിഫറൻസ് അവരുടെ പേരക്കുട്ടികൾക്കാണ്. നമ്മളിപ്പോൾ എന്ത് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറഞ്ഞാൽ അപ്പം അമ്മ എന്നെ വഴക്ക് പറയും. വേണ്ടടി. പ്രത്യേകിച്ച് നമ്മുടെ CGMയ്ക്ക് പാറുവിൻ്റെ കാര്യത്തിൽ ഞാനൊന്നും വഴക്ക് പറയണതോ പിടിക്കണോ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫുഡ് മേടിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ. നമ്മുടെ ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്, അവിടെ മതിലകത്ത് ഒരു നെയ്ച്ചോറിൻ്റെ ഒരു സ്പോട്ടുണ്ട്. ആ സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. അവിടെ അസൽ നെയ്ച്ചോറും പിന്നെ ചിക്കൻ പൊള്ളിച്ചത് കിട്ടും. എനിക്കിഷ്ടമില്ലാത്തത് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല എന്നല്ല, നെയ്ച്ചോറ് ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ആ സ്പോട്ടിൽ ഭയങ്കര വില കുറവുമാണ്, നല്ല ടേസ്റ്റുമാണ് എന്നാണ് പറഞ്ഞത്. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, പക്ഷെ അച്ഛനൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും അതിൽ ചിക്കൻ പൊള്ളിച്ചതുമാണ് വാങ്ങിച്ചത് കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നേ.
നമുക്ക് പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല ചൂടുള്ള റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴയൊക്കെ ഉള്ള സമയത്തും തണുപ്പുള്ള സമയത്തും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ചിക്കൻ പീസ് ഞാൻ സെപ്പറേറ്റ് അങ്ങോട്ട് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. നമുക്കത് സെർവ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് വേണവർക്ക് കിട്ടാൻ മതിയല്ലോ. പിന്നെ നമ്മൾ എന്താ വാങ്ങിച്ചത്, ചില്ലി ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ ഓർ ചില്ലി ബീഫാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചില്ലി ചിക്കനാണ്. പിന്നെ നമുക്ക് ഈ നെയ്ച്ചോറ് കിട്ടുന്ന സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ തന്നെ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഐറ്റം കിട്ടും. അതും നല്ലതാട്ടോ. ഇവിടെ അച്ഛനമ്മ വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ പൊറോട്ട അങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായാലും നെയ്ച്ചോറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം എല്ലാവരും എപ്പോഴായാലും അച്ഛനമ്മയും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫുഡ് ആക്കി കൊടുക്കും. അത് എനിക്ക് ഭയങ്കര സന്തോഷം. എന്നേക്കാൾ കൂടുതൽ ഇവിടെ നമ്മുടെ കുട്ടച്ഛനും എൻ്റെ ഏട്ടനും അത് ഭയങ്കര സന്തോഷമാണ്. അവർ വരുമ്പോൾ വയറ് നിറച്ച് സന്തോഷത്തോടെ പോകണം എന്നുള്ളത്. കാരണം ഏട്ടൻ എപ്പോഴും പറയും, ഏട്ടൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഏട്ടനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അതായത് എൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. മരുമോൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ടതെന്തോ, എൻ്റെ അച്ഛനായാലും അതേട്ടാ, നിതീഷിന് ഇഷ്ടപ്പെട്ടതെന്തോ, നിതിമോന് ഇഷ്ടപ്പെട്ടതെന്തോ അത് ബെസ്റ്റായിട്ട് സെർവ് ചെയ്യും. അതേപോലത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് ഏട്ടനും. അവർ വരുമ്പോൾ വിശപ്പ് മാറി വയറ് നിറച്ച് കഴിച്ച് പോകണം എന്നുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അവർ പോയി ഭക്ഷണം കഴിച്ച് വേഗം തന്നെ ഞങ്ങൾ വിട്ടു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. പിള്ളേർ പേടിച്ച് ഭയങ്കര കരച്ചിലായി. നമ്മൾ മെഴുകുതിരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയായിരിക്കില്ല അവസ്ഥ. ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല.